ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലെത്തുമ്പോൾ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നു, ചിരിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മാത്രം ഒരു കോർണറിലിരുന്ന് ചിന്തിക്കും, ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത്? എന്ത് സംസാരിക്കും? അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇങ്ങനെ തോന്നുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇൻട്രോവേർട്ട് ആയിരിക്കുന്നത് ഒരു പ്രശ്നമല്ല. നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റി കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ട് ആകേണ്ട ആവശ്യമില്ല. പക്ഷേ സോഷ്യൽ ഗ്യാതറിങ്സിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആളുകളോട് കണക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഹെസിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ? 1. എല്ലാവരോടും സംസാരിക്കണം എന്ന പ്രഷർ ഒഴിവാക്കുക. ഒരു ഗ്യാതറിങ്ങിലെത്തിയാൽ 10 പേരോടും 20 പേരോടും സംസാരിക്കണം എന്ന ടാർഗറ്റ് വെക്കേണ്ട. ഒരാളോട് മാത്രം സംസാരിക്കാം. അത് പരിചയമുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഒരാളായിരിക്കാം. ഒരു ചെറിയ കോൺവെർസേഷൻ പോലും ഒരു സക്സസ് ആയി കാണുക. 2. സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൊണ്ട് കോൺവെർസേഷൻ തുടങ്ങുക. എന്ത് സംസാരിക്കും എന്നതാണ് പലപ്പോഴും നമ്മുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. ആക്ച്വലി കോൺവെർസേഷൻ തുടങ്ങാൻ വലിയ ടോപ്പിക്കൊന്നും ആവശ്യമില്ല. ഉദാഹരണത്തിന്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ് പഠിക്കുന്നത്? ഇവിടെ എപ്പോഴാണ് എത്തിയത്? പ്രോഗ്രാം എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് മതി. അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ കോൺവെർസേഷൻ നാച്ചുറലി മുന്നോട്ട് പോകും. 3. ലിസൺ ചെയ്യാൻ പഠിക്കുക. സോഷ്യൽ ഗ്യാതറിങ്ങിൽ നല്ല കമ്മ്യൂണിക്കേറ്റർ ആവാൻ നന്നായി സംസാരിക്കണമെന്നില്ല, നന്നായി ലിസൺ ചെയ്യാനും അറിയണം. ആരെങ്കിലും സംസാരിക്കുമ്പോൾ ജെന്യുവിൻലി കേൾക്കുക. അവരുടെ സംസാരത്തിൽ നിന്ന് ഒരു പോയിന്റ് എടുത്ത് വീണ്ടും ചോദിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ കംഫർട്ടബിൾ ആവും. 4. ചെറിയ ഗ്രൂപ്പ്സ് തിരഞ്ഞെടുക്കുക. വലിയ ഗ്രൂപ്പിൻ്റെ നടുവിൽ കയറി സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 പേർ സംസാരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. സ്മോൾ ഗ്രൂപ്പിൽ കോൺവെർസേഷൻ ജോയിൻ ചെയ്യുന്നത് കമ്പാരറ്റീവ്ലി ഈസി ആയിരിക്കും. ആദ്യം കേൾക്കുക, പിന്നെ ശരിയായ മൊമെൻ്റ് വന്നാൽ ഒരു ചെറിയ കമൻറ്റ് പറയുക. 5. ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കുക. സോഷ്യൽ ഗ്യാതറിങ്ങിൽ നമ്മൾ നെർവസ് ആകുമ്പോൾ ഫോൺ നോക്കി നിൽക്കുകയോ തല താഴ്ത്തുകയോ ചെയ്യാം. അത് മറ്റുള്ളവർക്ക് ഇവർ സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് തോന്നിക്കാം. അതുകൊണ്ട് ഐ കോണ്ടാക്റ്റ്, സ്മോൾ സ്മൈൽ, ഓപ്പൺ ബോഡി ലാംഗ്വേജ് ഇത്രയും തന്നെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. 6. അവരെന്നെ ജഡ്ജ് ചെയ്യും എന്ന ചിന്ത കുറയ്ക്കുക. നമ്മുടെ ബിഗ്ഗസ്റ്റ് എനിമി പലപ്പോഴും മറ്റുള്ളവരല്ല, നമ്മുടെ ഓൺ ഓവർ തിങ്കിങ് ആണ്. ഞാൻ എന്തെങ്കിലും സ്റ്റൂപ്പിഡായി പറഞ്ഞാൽ, എനിക്ക് ഓക്വേർഡായി തോന്നിയാൽ, അവരെന്നെ ഇഷ്ടപ്പെടില്ലെങ്കിൽ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കോൺവെർസേഷൻ തുടങ്ങാൻ തന്നെ കഴിയില്ല. ഒരു കാര്യം ഓർക്കുക, പെർഫെക്റ്റ് കോൺവെർസേഷൻ എന്നൊന്നില്ല. ചില കോൺവെർസേഷൻസ് ഓക്വേർഡ് ആയേക്കാം. അത് കംപ്ലീറ്റ്ലി നോർമലാണ്. 7. ഗ്രാജുവലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം കൊണ്ട് സോഷ്യലായി മാറാൻ ശ്രമിക്കേണ്ട. ഡേ 1 ഒരു ഫെമിലിയർ പേഴ്സണിനോട് സംസാരിക്കുക. നെക്സ്റ്റ് ടൈം ഒരു പുതിയ ആളോട് ഹായ് പറയുക. അതിനുശേഷം 5 മിനിറ്റ്സ് കോൺവെർസേഷൻ. അങ്ങനെ സ്മോൾ സ്റ്റെപ്സായി മുന്നോട്ട് പോവുക. പ്രാക്ടീസ് കൂടുമ്പോൾ ബ്രെയിനിന് സോഷ്യൽ സിറ്റുവേഷൻസ് അത്ര ത്രെട്ടനിങ് അല്ലെന്ന് മനസ്സിലാകും. 8. സോഷ്യൽ ബാറ്ററി തീർന്നാൽ ബ്രേക്ക് എടുക്കുക. ഇൻട്രോവേർട്ട് ആണെങ്കിൽ സോഷ്യലൈസിങ് കഴിഞ്ഞ് ടയേർഡ് ആകുന്നത് നോർമലാണ്. അതുകൊണ്ട് ഗ്യാതറിങ്ങിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കുന്നതിൽ തെറ്റില്ല. ക്വയറ്റ് പ്ലേസിൽ കുറച്ച് സമയം ഇരിക്കുക, റീചാർജ് ചെയ്യുക. പിന്നെ കംഫർട്ടബിൾ ആണെങ്കിൽ തിരിച്ച് ജോയിൻ ചെയ്യാം. സോഷ്യലൈസിങ് എന്നത് നോൺ സ്റ്റോപ്പ് സംസാരിക്കലല്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇൻട്രോവേർട്ട് ആയിരിക്കുന്നത് നോർമലാണ്. എന്നാൽ മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെയും ആക്ടിവിറ്റീസിനെയും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സോഷ്യൽ സിറ്റുവേഷൻസ് ചിന്തിക്കുമ്പോൾ വലിയ ആങ്സൈറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലാതാകുക തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വെറും ഇൻട്രോവേർഷൻ മാത്രമായിരിക്കണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനോട് സംസാരിക്കുന്നത് നല്ലതാണ്. അതിനാൽ അടുത്ത സോഷ്യൽ ഗ്യാതറിങ്ങിൽ ഒരു ചെറിയ ചാലഞ്ച് എടുക്കൂ. ഒരാളോട് സംസാരിക്കുക, അവരോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അത്രമാത്രം. നിങ്ങൾക്ക് എല്ലാവരെയും ഇംപ്രസ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ കംഫർട്ടബിൾ ആകുന്നതാണ് പ്രധാനപ്പെട്ടത്. ഇൻട്രോവേർട്ട് ആയിരിക്കാം, പക്ഷേ
അതിൻ്റെ പേരിൽ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് മുഴുവൻ ഒഴിവാക്കേണ്ടതില്ല. സ്മോൾ സ്റ്റെപ്സ്, സ്മോൾ കോൺവെർസേഷൻസ്, സ്ലോലി ബിൽഡ് യുവർ കോൺഫിഡൻസ്. ഇത്തരത്തിലുള്ള സൈക്കോളജി, പേഴ്സണാലിറ്റി, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് മലയാളം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സോഷ്യൽ ഗ്യാതറിങ്ങിൽ നേരിടുന്ന ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്താണ്? കമൻറ്റ് ചെയ്യൂ.